കഷ്ടമാണ്. നീ ഇത് ഉപയോഗിച്ച് ഇത് കൊളമാക്കി. ഇത് ചൂടുമില്ലേ കുന്തത്തിനോ? ചൂടുണ്ടല്ലോ, പിന്നെ ഈ ചുളുക്ക് മാറുന്നില്ല. ഒരു വടി കുത്തി വെക്കാം അതിനകത്ത്, അപ്പൊ വടി പോലെ. അമ്മേ, എനിക്ക് അടുത്ത ആഴ്ച യൂത്ത് ഫെസ്റ്റിവൽ ആണ്. യൂത്ത് അല്ല, യൂത്ത്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ലളിതാനത്തിന് പേര് കൊടുത്തു. നീ ആരോട് ചോദിച്ചിട്ട് കൊടുത്ത്? ലളിതാണ്. ലൈൻ മ്യൂസിക്. അയ്യോ, വന്ന് അവർക്ക് ഇപ്പൊ ഇംഗ്ലീഷും നേരെ പറയാറുള്ളൂ, മലയാളവും പറയാറുള്ളൂ. അമ്മ ഒരു പാട്ട് പറഞ്ഞ സൂപ്പർ. നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് അരിച്ച. നീ 2 വരി പഠിക്കാൻ എന്നിട്ട് നിന്റെ തോന്നിയാസം പോകുന്നു. ഇല്ല, ഇത് പോവില്ല. ഫസ്റ്റ് വാങ്ങണം. കഠിനം വേണ്ടേ? കഠിനം വേണ്ട. കഠിനം വേണ്ട. കാലം കാലം ഒരു പുലർക്കാലം, ഒരു പുലർക്കാലം, ഒരു പുലർക്കാലം, കുളിരല തേടും, കുളിരതേ. സോറി, കുളിരല പാട്. അമ്മ ഇത് ഭയങ്കര കാഠിന്യം. ഒരു കാഠിന്യം ഇല്ല, പാട് നീ. ലളിതഗാനം ഒന്ന് നേരെ പറയാറിഞ്ഞൂടെ അവക്ക് നീ ഇങ്ങനെ കളയും കളയെന്നുള്ള പാട്ടൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് വേണം. എന്നാ പിന്നെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്ക്. ഡാഡി പാട്ടുണ്ട്, പണ്ട് ഡാഡി പാടിയിട്ടുള്ള ഒരു പഴയ പാട്ട്. സിമ്പിളാണ്, കേട്ട് പഠിച്ചോളൂ. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. ഇങ്ങനെയാണെങ്കിൽ മുരളി ആരും കൊണ്ടുപോവില്ല. പിന്നെ ഇത് എളുപ്പമല്ലേ മോളെ? നീ പാടി പഠിക്കുന്നത്. അച്ഛനെ പോലെ പാടാമേ. പണ്ട് നീ എന്റെ പൊന്നു മോളെ, നീ ലളിതകാലത്തിനൊന്നും ചേരണ്ട. നീ വല്ല എഴുതാനുള്ള പടം വരയ്ക്കലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിന് ചേര്. വേണ്ട വേണ്ട, ഇവിടെ ഇനി നിന്റെ അമ്മ ലളിതഗാനമൊക്കെ പഠിപ്പിച്ചെന്നാലേ വലിയ ദുരന്തം വീണ്ടും ഉണ്ടാവും. എന്താ കുഴപ്പം? ഇല്ല, പണ്ട് ലളിതഗാനം പാടിയപ്പോ ഉണ്ടായ ഒരു സംഭവം എനിക്കങ്ങോട്ടങ്ങ് മറക്കാൻ പറ്റൂല. ഒരു സംഭവമില്ല, നീ മിണ്ടായിരിക്കും. അമ്മ പാടി. അമ്മക്ക് കിട്ടിയ ട്രോഫി അല്ലേ ഇതേത് മുണ്ടെന്ന് വെച്ചോണ്ട് നിക്കണേ. സാധനം നോക്ക്. എന്താ സുന്ദരേശ, എന്തായി? തരൂലോ? കൈവശാവകാശം തരൂലോ? കൈനൂത്തൊരെണ്ണം കൊടുത്തൂടെ നിനക്ക്? വില്ലേജ് ഓഫീസറൊക്കെ ശരിയാണ്, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ക്ലീറ്റസും പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യും, നീ നടരാജനെ വിളിച്ചിട്ട് ഉടനെ തന്നെ നമ്മൾ അവിടെ ഒരു പിക്കറ്റിങ് അതിനുള്ള ഏർപ്പാടുണ്ടാക്കുക. പിന്നെ നമ്മുടെ കുറച്ച് പുതിയ പടക്കൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ കൂടെ എടുത്തോളാൻ പറ. വില്ലേജ് ഓഫീസറെ കരാവേ എല്ലാം ഉണ്ട്. വൻപിച്ച പ്രതിഷേധ പ്രകടനം. കൈവശാവകാശം അയാൾ തന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാ അണികളും പറഞ്ഞ് ഞാൻ വിളിച്ചോളാം, ബാക്കിയുള്ളവരെ പുതിയ പിള്ളേരെയൊക്കെ ഞാൻ വിളിച്ചോളാം. ശരി, പെട്ടെന്ന് ഞാനിപ്പോൾ എത്തും. എടി, വില്ലേജ് ഓഫീസർ പുതിയൊരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് വലിയ കുഴപ്പം. നമ്മുടെ സുന്ദരേശനെ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അവനെ കുറെ ദിവസമായിട്ട് നടത്തിക്കുന്നുണ്ട്. ഞങ്ങളെ പാർട്ടിക്കാരെ എങ്ങനെ നടത്തിക്കണമെങ്കിലേ സാധാരണക്കാരനെ യവന്മാർ എന്ത് ചെയ്യും? വില്ലേജ് ഓഫീസ് കത്തിക്കും. പിന്നെ വില്ലേജ് ഓഫീസ് അങ്ങ് ഇരിക്കല്ലേ, വില്ലേജ് ഓഫീസർമാർ ഇത്ര അഹങ്കാരമൊന്നും പാടില്ല. നമ്മളെടുത്താ കളിക്കും. എന്താ എല്ലാം എടുത്തോ. പെട്രോൾ വേണം, പന്തം വേണം, പിന്നെ മറ്റേ ഗുണ്ടില്ലേ ശിവാശിന്ന് കൊണ്ടുവന്ന ഗുണ്ടും പുതിയ പടക്കം ഉണ്ടല്ലോ, അതും എടുത്തോ. ഞാൻ കുളിച്ചിട്ടിപ്പോ വരാം. വേഗം വരുവോ? എന്റെ തങ്കം, ഞാൻ സിനിമയ്ക്കൊന്നും അല്ല പോകുന്നത് കേട്ടാ. പിന്നൊരു കാര്യം, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഉടനെ വിളിച്ചോണം. ഉപ്പില്ല, മുളകില്ല, തേങ്ങയില്ല, മാങ്ങയില്ല എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ട. എന്തെങ്കിലും ഉണ്ടോ ഞാൻ വിളിച്ചോളാം. കാണാനുള്ള കൊതി കൊണ്ടല്ലേ. മതിയോടി, കണ്ടോടി. അവള് സ്വീകരിക്കുന്ന മനുഷ്യ ഓരോ തിരക്കിട്ട് നിൽക്കും പോണം അവളുടെ. സോപ്പ് എന്ത് ചെയ്ത്? സോപ്പ് കുളിമുറിയിൽ ഉണ്ടാവൂലേ ക്ലീറ്റ? എവിടെ അടുത്ത് ക്ലോസറ്റ് ഇട്ട് കാണും. ഞാൻ വരാം. ഏട്ടാ, ഇപ്പോഴാണ് ഈ തലയ്ക്ക് ഒരു വൃത്തിയായത്. മറ്റേത് എങ്ങനെയാന്നറിയോ? മുയലിനെ പോലെ 2 സാധനം ഇങ്ങനെ ഇരിക്കും.
ഇതിപ്പോ നല്ല രസമായിട്ടുണ്ട്, ഒരു ഷേപ്പ് ഒക്കെ വന്നു തലയ്ക്ക്. നീ അത് വൃത്തിയേടാകല്ലേ ആ ജമന്തി ഇന്നലെ എവിടെ മുടി വെട്ടിയെന്ന് ചോദിച്ചാ? എവിടെയാ? അതെ, നമ്മുടെ ടൗണിൽ ഒരു പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഇന്നലെ മുടി വെട്ടിയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏട്ടൻ പൈസ മുടക്കാനാ ബ്യൂട്ടി ഇത് പാർലർ? അവിടെ ചെന്നപ്പോ അവിടെ 3 മണിപ്പൂരി പെൺപിള്ളേരാണ് മുടി വെട്ടണ. ഒരാൾ ആദ്യം ക്രീമൊക്കെ ഇട്ട് റെഡിയാക്കും, ഒരാൾ പതുക്കെ മുടി വെട്ടും. അപ്പൊ ഒരു പെങ്കൊച്ചിങ്ങനെ കവള് പിടിച്ചു കൊടുത്തേക്കണ്. 2-3 മണിക്കൂർ എടുത്ത് മുടി വെട്ടി പോരാൻ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് തേച്ച് വരച്ച് കുളിപ്പിച്ചാ വിട്ടത്. വലിയ സന്തോഷമായി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാ പോരാൻ നേരത്ത്, ഇവരെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലോട്ട് ചെല്ലാൻ തോന്നുന്നത്. അവിടെ ഓരോ മുതലിരിപ്പുണ്ടെന്ന്. ഇനി നിങ്ങക്ക് വെട്ടണമെങ്കിലേ ഞാൻ വെട്ടിക്കോളാം കേട്ടാ. നന്നായിരിക്കും എന്ത് മുടി കെട്ടണത്. മുടി വെട്ടണ കാര്യമല്ല, ഇത് ഇവിടുന്ന് അങ്ങോട്ട് വെട്ടിക്കോളാം ഞാൻ. ആ വാന്നാ വാ, എന്നെ കൊണ്ടേ പറ്റുള്ളൂ. വാ. ഞാനിപ്പോ എത്തും. അല്ലേ ഞാൻ ഇറങ്ങിയല്ലോ. ശരി ശരി, എവിടെ പോണ? ഞാൻ എത്തിയടാ. അളിയാ എവിടെ പോണ രാവിലെ തന്നെ? നിങ്ങളങ്ങോട്ട്. ഞങ്ങൾ ഓഫീസിലേക്ക്. അളിയാ ഇന്ന് ഓഫീസിലോട്ടൊന്നും പോണ്ട. അതെ, നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്തുള്ള വില്ലേജ് ഓഫീസില്ലേ, ഇന്ന് അവിടെ ഞങ്ങൾ ചെറിയൊരു പന്തം കൊളുത്തി പ്രകടനവും വില്ലേജ് ഓഫീസറെ കൊരാവ ചെയ്യലൊക്കെ ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പുതിയ പടക്കമൊക്കെ കൊണ്ടുവന്നിട്ട്, അപ്പൊ ഇന്ന് അത് അവിടെ പരീക്ഷിക്കാന്ന് വെച്ചു. ക്ലീറ്റോ ചേട്ടന് പേടിയല്ലേ പടക്കം പൊട്ടണേ? അങ്ങോട്ടൊന്നും പോകണ്ടേട്ടാ. പേടിയാ? ക്ലീറ്റോയ്ക്കാ? ഇന്ന് പോമോളെ. പിന്നെ എറിയുന്നതൊക്കെ നമ്മളെ പിള്ളേരാ, കുറെ പുതിയ പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്, അവരാ. പിന്നെ അളിയാ പോലീസുകാരെ ഇന്ന് ഞങ്ങൾ തീർത്ത് കൈകാര്യം ചെയ്യും. ഈ കാക്കിയിട്ടുണ്ട് അതിന്റെ ഇടയിലൊന്നും ചെന്ന് കയറണ്ട. ചിലപ്പോൾ പിള്ളേർ ആള് മാറി തല്ലിയെന്ന് വരും. നീ വെറുതെ ഗുണ്ടടിക്കാൻ നിൽക്കേണ്ട, പാട്ടിന് പോകലിറ്റോ. അതെ, അവിടെ വലിയ വിഷയം നടക്കുകയാണ്. വെറുതെ ആ ഏരിയയിലേക്ക് പോയിട്ട് അതിന്റെ ഇടയിൽ ചെന്ന് പെടാൻ നിൽക്കണ്ട. വെറുതെ ചത്തുപോകും. എന്റെ പൊന്നാളിയാ, കണ്ടക്ടറെ ടിക്കറ്റ് കൊടുക്കാൻ പഠിപ്പിക്കല്ലേ കേട്ടാ. പിന്നെ ഒരു കാര്യം, ക്ലീറ്റോടെ അളിയനെന്നുള്ള പരിഗണനയൊന്നും അതിന്റെ ഇടയിൽ നിന്ന് പെട്ടാ കിട്ടൂല. പിള്ളേർ കൈകാര്യം ചെയ്യുവേ. സൂക്ഷ്യം കണ്ട് പോയാ കൊള്ളാം. ലീവ് എടുത്ത് വിടാൻ ഇരിക്കാൻ നോക്കി. എന്താ അവന്റെ കൊണ്ട് കണ്ടോണ്ട് അത് ശരി. ആണോ? അയ്യോ എടേ, ഒന്നും കേൾക്കാനില്ല. യുവമാർക്ക് എന്തത്? കടകളൊക്കെ തല്ലി പൊളിച്ചോ? എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കാനില്ല, ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. എടാ, ആ സമരം നടക്കണില്ലേ, അവിടെ ഭയങ്കര പ്രശ്നമാണെന്ന്. കടകളൊക്കെ തല്ലി പൊളിച്ചിട്ടുണ്ട്. ഹലോ. അയ്യോ, വേണിച്ചേട്ടൻ്റെ അവിടെയൊക്കെ തല്ലി പൊളിച്ചാ? ആ പ്രദേശത്ത് മുഴുവനോ? ഇല്ലില്ല, ഞങ്ങൾ അവിടെ ഇല്ല, ഞങ്ങൾ വേറെ സൈഡിലാണ്. ഇല്ല, വന്നില്ല. വിഷയമാവോ? ശരിയെന്നാ. അതെ, നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ട. അവിടെ ആ വേണിച്ചേട്ടൻ്റെ തയ്യക്കടയൊക്കെ തല്ലിപ്പൊളിച്ചെന്ന് പറയുന്നുണ്ട്. ആളുകൾ 4 വശത്ത് ഓടാണ്. ജലപീരങ്കിയും ലാത്തി ചാർജും ഏറുപടക്കമൊക്കെ എറിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇനി ആ ക്ലീറ്റസ് എങ്ങനെ വഴിക്ക് പോയി കാണും? ക്ലീറ്റസ് ആ വഴിക്ക് പോവാൻ അവൻ ഇടിയെന്ന് എഴുതി കാണിച്ചാൽ ഓടുന്നവനാണ്. പിന്നെയാണ് തല്ലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. അതെ, ഞാൻ വീട്ടിൽ വിളിക്കാം. എന്ത് കാര്യത്തിന്? അല്ല, അവനവിടെ പോയി. അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഹലോ. തങ്കം, എടീ ക്ലീറ്റസ് എവിടെ? അതന്നെയാണ് പറയണത്. അവിടെയൊക്കെ ഭയങ്കര പ്രശ്നം നടക്കുകയാണെന്ന്. അവിടെ അവന്മാര് കടകളൊക്കെ തല്ലിപ്പൊളിക്കാണ്. ആ പോങ്ങനെങ്ങാനും അതിനകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യാൻ തിരിച്ചു വിളിച്ചേ. ഞാൻ പറഞ്ഞേ അങ്ങോട്ട്. നീ അവനെ തിരിച്ചു വിളിക്ക്. അതൊക്കെ നിന്നോടൊക്കെ വല്ലതും പറയണേക്കാ നല്ലതുണ്ടല്ലോ. ഇതിന്റെ അവനോടില്ലേ? അവളിത് നിസ്സാരമായിട്ടാ പറയണേ. അവനവിടെ പോയിക്കോട്ടെ, അതിനെന്താ, അവൻ ബാധിക്കാരനല്ലേ. ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം കേട്ടോ. വാ. മരിക്കണേ തടി. ഒന്ന് വേഗം വാങ്ങിങ്ങോട്. എന്തിന്? വാർത്തയിൽ സമരം കാണിക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്ന. ആണോ? സമരം കാണിക്കണ്ടല്ലേ? ചിരിക്കല്ലേ? പോലീസുകാരെ ആൾക്കാരെയൊക്കെ തല്ലി ഏതോ അണികൾക്കൊക്കെ സീരിയസ് ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി. എപ്പോഴും അങ്ങനെ അണികൾക്ക് അടിയിട്ടും. ഒന്നാ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചു നോക്ക്. അതിനെന്തിനാ ക്ലീറ്റോനെ വിളിക്കണേ? ക്ലീറ്റോ ചേട്ടൻ ഇന്ന് ആ സമരത്തിനല്ലേ പോയത്? കിടക്കണ എടി, ക്ലീറ്റോനെ വിളിക്കേണ്ട കാര്യമില്ല.
അവരവിടെ സമരമൊക്കെ നടത്തും. ക്ലീറ്റോ കുറച്ച് കഴിയുമ്പോൾ കൂടെ വരും. നാത്തൂനെ ഇത് തമാശയല്ല, ഏതാണ്ട് ബോംബേറൊക്കെ ഉണ്ടെന്ന് അവിടെ. ആ ബോംബിന്റെ കാര്യം ശരിയാ, ക്ലീറ്റോ പറയണ്ടായി രാവിലെ. എന്താ ഇങ്ങനെ നിസ്സാരായിട്ട് പറയണേ? എടി പൊട്ടി, നീ അണികൾക്ക് അടി കിട്ടണല്ലേ കണ്ടുള്ളൂ, അല്ലാതെ ക്ലീറ്റോനെ കാണിച്ചില്ലല്ലോ അതില് കാണാനില്ല, ഞാൻ നോക്കി. അതാ പറഞ്ഞേ മോളെ. 10-11 വർഷമായി ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നു. ഒരു ഉറുമ്പ് കടിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അപ്പം രക്ഷപ്പെടുന്ന ആളാ. ഇത് എവിടെയെങ്കിലും പോയിരിപ്പുണ്ടാവും. എന്നാ പിന്നെ വിളിച്ച് ഇവിടെ വന്നിരിക്കാൻ പറ, ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അത് മോശമല്ലേ മോളെ? അവിടെ ഭയങ്കര സമരം നടക്കുമ്പോ ക്ലീറ്റോ വീട്ടിൽ കയറിയിരിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിലോ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്നും പേടിക്കാനില്ല. ഒന്ന് വിളിച്ചു നോക്ക് ഒരു സമാധാനത്തിന്. എനിക്ക് നല്ല സമാധാനം, ഒരു കുഴപ്പമില്ലാന്ന്. വലിയ തല്ലും കിട്ടിയാലോ? ഒരു കാര്യമില്ല, നീ സമാധാനമായിട്ട് വല്ല സീരിയൽ ഇരുന്ന് കാണും. ഇത് പറയാൻ വേണ്ടിട്ടാ മനുഷ്യൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാനും സമ്മതിക്കൂല അവള്. ഇവരൊക്കെ പോകുമ്പോഴല്ലേ എനിക്ക് ഇച്ചിരി നേരം കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നും പറയാൻ വന്നില്ല, പോരെ. ഇനി ആദ്യം പിടിക്കാതെ അകത്ത് പോയിരിക്കും. എന്നെ കണ്ടില്ല, എന്ത് സന്തോഷത്തിലാ ഞാൻ. അവിടെ സന്തോഷിച്ചോണ്ടിരുന്നു, എനിക്കെന്താ അറിയുള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല. എവിടെ ക്ലീറ്റോ? ക്ലീറ്റോ രാവിലെ പറഞ്ഞില്ലേ പാർട്ടി അതിന് പോയി, മറ്റേ സമ്മേളനം. അവിടെ ഭയങ്കര അടി നടക്കണെന്ന്. അതോട് പറഞ്ഞപ്പോ ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറയുമ്പോ നാട്ടിൽ അവിടെ നിന്ന് ചിരിക്കുക. അതെ, എല്ലാരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അവിടെ അങ്ങനെ ഒക്കെപ്പാടെ ഞങ്ങളെ വളഞ്ഞിട്ട് ചെല്ലി അവിടെ ഓടി രക്ഷപ്പെട്ടാണ്. ഇതാണ് മൂത്തോര് പറയുമ്പോ കേക്കണം. ക്ലീറ്റോ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് പോവണ്ട പോവണ്ട വഴിക്കുന്ന്? എടി അവന്റെ പാർട്ടിക്കാരാണ് തല്ലണമെന്ന്. അന്നേ ക്ലീറ്റോന്റെ പാർട്ടിയല്ലേ പിന്നെ സമരം ചെയ്യണം, പിന്നെ അവരല്ലേ തല്ലാൻ പറ്റുള്ളൂ. ഇവിടുത്തെ എന്താണ് വിളിച്ചു നോക്ക്, നിനക്ക് ആളെ വേണാ വിളിച്ചോ. എടാ നിനക്ക് അറിയാൻ പാടില്ലേ ക്ലീറ്റോനെ തല്ലുകൊള്ളോ? അതെ വിളിച്ചേ, നിന്നോട് പറഞ്ഞേക്കാൻ നല്ലത് എന്താ അറിയോ? നീ ഇപ്പൊ ആരെ വിളിക്കാൻ പോണേ? ഞാൻ ക്ലീറ്റോനെ. ഫോൺ വെക്ക് കനക. എടാ അത് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തോണ്ടിരിക്കും, ഫോൺ വിളിക്കല്ലേന്ന്. എടി പോത്തെ, നിനക്ക് അറിയാൻ വയ്യ അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. ക്ലീറ്റോ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യത്തിന് മാത്രമേ വിളിക്കാൻ. ഫോൺ വെക്കണേ ഇന്ന് ചീത്ത ഉറപ്പാ. ഒന്നും മിണ്ടാതിരിക്കും, നോക്കട്ടെ. എന്ത് നോക്കാൻ? ഹലോ ഒന്നുമില്ല. ഹലോ ക്ലീറ്റസേ, ഹലോ ഹലോ. എടാ നീ ഒരു കാര്യം, നീ അവിടെ ഇങ്ങോട്ട് പോരെ. ഒന്നും കേൾക്കാനില്ല, ഭയങ്കര ബഹളം. ശല്യപ്പെടുത്തിയപ്പോ സമാധാനമായല്ലോ. ഒരു സ്ഥലത്ത് നിർത്താൻ സമ്മതിക്കരുത്. നീ പോയി ചോറുണ്ടാ കനക, വേറെ പണിയില്ലെങ്കിൽ. അതെ വന്നേ, നീ ചോറെടുക്കും. എനിക്കില്ലാത്ത ആദ്യം 2 പേർക്കും പോയി ചോറിന്. എനിക്കറിയാം. ചുമ്മാ അമ്മ എവിടെ? അടുക്കളയിലുണ്ടോ? ക്ലീറ്റസ് വന്നില്ലേ? ഡാഡി ഇതുവരെ വന്നില്ലേ? തങ്കം ഞാനിവിടെ ഉണ്ട്. ഒന്നിട്ട് വാ. അയ്യോ അമ്മാവ ഇതിപ്പോ കരിഞ്ഞോ? നിക്ക് ഒരു മിനിറ്റ്. ഇവരൊന്നും അറിഞ്ഞില്ലായിരിക്കും. ഒന്നിട്ട് വരാൻ. വരികയാണ്. നീ എന്താ എടുക്കണ അവിടെ? ഞാനേ കുറച്ച് പായസം ഉണ്ടാക്ക. എന്തിന്? ക്ലീറ്റോന് സമരത്തിന് പോയിക്കല്ലേ. സമരത്തിന് പോയി വരുമ്പോഴത്തേനും ക്ലീറ്റോന് പാൽപ്പായസം നിർബന്ധ. എടി അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല, അവിടെ സമരല്ല നടക്കണ, അടിയാ നടക്കണേ. അത് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നിട്ടാണ് നീ ഇങ്ങനെ നിക്കണേ? അവിടെ അടി നടക്കണേ ഞാൻ നിൽക്കാൻ പറ്റി, ഞാൻ തലയും കുത്തി നിൽക്കണം. എടി ക്ലീറ്റസിന്റെ പാർട്ടിയിലുള്ള എല്ലാവരും അടി കൊണ്ടിട്ട് അവിടെ ആസ്പത്രിയിലാണെന്ന്. അമ്മാവാ ജമന്തിനെയും കനകനെയും ഇത് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓടിച്ചു വിട്ടുള്ളൂ. നിങ്ങളോടൊക്കെ ഞാൻ ഈ മലയാളത്തിലല്ലേ പറയണത്. ക്ലീറ്റോനൊന്നും പറ്റില്ലാന്ന്. നീ എന്താണ് ഈ പറയണ? അവനൊന്നും പറ്റില്ലെന്നോ? എവിടുന്ന് കണ്ണു ചീമ്പി കൈ വെച്ചാൽ അവന്റെ മേലെ കൊള്ളു, അത്ര തടിയാവൻ. അമ്മാവാ സാധാരണ ഒരു പ്രവർത്തകനെ പോലെയാണോ ക്ലീറ്റോ? പിന്നെ ക്ലീറ്റോ ഒരു പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ്. ക്ലീറ്റോനെ അങ്ങനെ തൊടാനൊന്നും പറ്റില്ല ആർക്കും. പാർട്ടി തലമുത്ത നേതാവ് 4-3 ഏഴാളുള്ള ഈർക്കല പാർട്ടിയോ? എടി അവര് സമരം നടത്തുമ്പോ കൂടി നിന്ന നാട്ടുകാർ അവരൊക്കെ എത്ര ഉണ്ടറിയോ? പോലീസുകാരുടെ ഇടയിൽ ഇവരെ കാണാനില്ല. അവസാനം അടി കൊണ്ടിട്ട് തുണിയും ഡ്രസ്സൊന്നും ഇല്ലാണ്ടാണ് ഓരോന്നും ഓടിയേക്കണത്. ആ നടരാജൻ വരെ ആസ്പത്രിയിൽ ബോധം കെട്ട് കിടക്കുക അവിടെ. നടരാജനെയും ക്ലീറ്റോനെയും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. എടി ഞാൻ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, നീ ക്ലീറ്റസിനെ മാത്രം കാണാനില്ല. അവൻ എന്തെങ്കിലും പറ്റുമെന്നൊന്ന് വിളിച്ചു നോക്കി നീ. ഒരു സ്ഥലത്ത് മനുഷ്യൻ ആ പായസം ഉണ്ടാക്കി കഴിയുന്ന നേരത്തിന് ഒരു ചൂടില്ലാത്തന്ന്. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കില്ലേ അവള്? ഞാൻ വിളിക്കണോ? എടി ഞാൻ അവിടുന്ന് കണ്ടിട്ടാ വരുന്ന അനക്ക് അതിന്റെ സീരിയസ് നീ ഒന്ന് വിളിക്കേ. അതിനല്ലേ ഫോൺ കയ്യിലെടുത്ത് പിടിച്ചാ വിളിക്കട്ടെ. ക്ലീറ്റോൻ എനിക്ക് ഇഷ്ടല്ല, എന്നെ വഴക്കോറി ഇനി വിളിച്ചതിന്. ഞാൻ നേരം പറയാം അമ്മാവൻ പറഞ്ഞിട്ടാന്ന്. റിങ് ചെയ്യണ്ട? റിങ് ചെയ്യണൂല്ലേ? ഒന്നാട്ടങ്ങമ്മാവാ കേട്ടോ, കവറേജ് ഇല്ല. അവന്റെ ഫോൺ അങ്ങനെ ഓഫ് ആവാത്ത, അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഫോൺ ഓഫായ ഉടനെ എന്തെങ്കിലും സംഭവിക്കണമെന്നാണോ? അതെ, നീയോ ഇങ്ങനെ കനകൊന്നും തെരഞ്ഞിട്ടൊന്നും ചെയ്യില്ല, വീട്ടിലിരിക്ക. ഇവളുടെ ഒരു കാര്യം. കണ്ട സ്വിച്ച് ഓഫാ. ഫോണിന് എന്തോ പറ്റിയിട്ടുണ്ട്. എടി കനകനോട് ചോദിക്കാം, അവനിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുക. അല്ല അമ്മാവ വന്നടിക്കണ് ഇങ്ങോട്ട് വരാൻ.
സ്വിച്ച് ഓഫ്. കനക 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 ആ ഇതൊന്നും വന്ന ആ അമ്മാവനെപ്പോ വന്നു? ഞാൻ കുറച്ചേരം ഞാൻ വന്നപ്പോ നിങ്ങളിവിടെ കണ്ടില്ല, നേരെ അങ്ങോട്ട് പോയി. ഈ എന്താ ഇവിടെ നിൽക്കണ്? ഈ കാര്യം ഒന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? എടാ ടൗണിൽ അടി നടക്കണോന്ന്. ആ അടി നടക്കണ കാര്യം ഞാൻ അറിഞ്ഞു. എന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുക. എടാ ക്ലീറ്റസ് ഇല്ലേ, നമുക്ക് പോയോക്കണ്ടേ? ക്ലീറ്റസ്? ഈ അമ്മാവൻ അവിടെ ഇരുന്നിട്ട് സമാധാനം തന്നെ ഇല്ലടാ. ക്ലീറ്റസ് അതിലൊന്നും ഉണ്ടാവില്ല. അവൻ നേതാവല്ലേ, അവൻ അതിന് നേതൃത്വം കൊടുക്കുകയുള്ളൂ. അല്ല, വേണമെങ്കിൽ ഒന്ന് പോയി അന്വേഷിച്ചോ. അവിടെ പോണ്ട കാര്യമൊന്നുമില്ല. പെണ്ണിന് ഒരു ഗൗരവവും ഇല്ല. എടി ക്ലീറ്റസ് ആണ് അവിടെ പോയേക്കണ്. അമ്മാവ ക്ലീറ്റോയ്ക്ക് അടി കൊള്ളൂലെന്ന്. എടാ ആകെ 5-8 പേരുള്ളവര്, നാട്ടുകാരെല്ലാവരും കൂടി വളഞ്ഞ് എല്ലാവരും കിട്ടിയെന്നാ ഞാൻ കേട്ടത്. ഒരുപാട് ആശുപത്രിയിൽ അവിടെ ചെന്ന് നോക്കുമ്പോ ഇവല്ലാന്ന്. ഒന്നാമത്തെ കാര്യം, ക്ലീറ്റോന് അടി കിട്ടിയ ജനം മുഴുവൻ ഇളകൂലേ? അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടപ്പോ? അതാണ് ക്ലീറ്റൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവന്റെ രോമത്തിൽ പോലെ ഒരു തോന്നുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആളുകൾ ഇളകും. ഈ മന്ദബുദ്ധിക്കോ വിവരില്ല. നീയും അതുപോലെ കേട്ടു. നീ വാന്ന് എന്താ അവള് പറഞ്ഞു കേട്ടില്ല അമ്മാവ? നിങ്ങൾ അത് അമ്മാവന് യാതൊരു ബോധമില്ലേ? വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇപ്പൊ എന്റെ പേരിൽ നിങ്ങൾ അന്വേഷിക്കാതിരിക്കണേ. വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പോയാന്ന് അന്വേഷിച്ചോ. ഇല്ലാന്ന് ഒരു നിർബന്ധമില്ല. ആർക്കാണ് നിർബന്ധം? ഈ 2 ഇത് എന്താ പറ്റി? എന്താണ് നിങ്ങളുടെ വിചാരം? എടാ തലക്കാടി കിട്ടി ബോധം കെട്ടിട്ടാണ് കിടന്നാ പിന്നെ ഒരു പാർട്ടിക്കാരുണ്ടാവില്ല നോക്കാൻ. ഒരു കുഴപ്പമില്ല അമ്മാവ. ഒരു പ്രശ്നമില്ല. അല്ല, എന്നാ നീ ഒന്ന് വെറുതെ വിളിച്ചു നോക്ക്. എന്ത് വിളിക്കുന്നു? അല്ല വേണ്ട, ക്ലീറ്റോനൊന്നും പറ്റൂല അമ്മാവ. അമ്മാവൻ ആദ്യം ഒന്ന് ധൈര്യമായിട്ടിരിക്കെ, ബാക്കിയുള്ളവന്റെ ധൈര്യം കൂടി കളയാനായിട്ട്. എടി നീയൊന്നും മിണ്ടാതിരിക്കും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയുള്ളൂ. ഏത് അകരം വരെ ഓടും. ഇവൻ ഈ തടി വെച്ചിട്ട് എങ്ങോട്ട് ഓടാനാ? അത് ക്ലീറ്റോന്റെ ഓട്ടത്തിനെ പറ്റി അമ്മാവൻ അറിയാൻ പാടില്ലാട്ടാ. അല്ല പിന്നെ എടാ നീയാ പോത്ത് പറഞ്ഞതിനനുസരിച്ച് എന്നെ തുള്ളുക. അമ്മാവൻ എന്തറിയാം? അമ്മാവൻ ഒരു സാധാരണ മനുഷ്യനല്ലേ? ആ, അതായത് ഒരു രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അയാൾ ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, അയാൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മാവൻ അറിയാമോ? അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് ആത്മസംയമനം പാലിക്കണം. എന്റെ ക്ലീറ്റോ അതിനെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ക്ലീറ്റോ തന്ന വാക്കുകളൊന്നും പാലിക്കാതിരുന്നിട്ടില്ല. എന്റെ ക്ലീറ്റോ അതുപോലെ തന്നെ തിരിച്ചു. അല്ല പിന്നെ അല്ല നിങ്ങളെന്താ രണ്ടാളും കൂടി നാടകം കളിക്കുക? എടാ തലയ്ക്ക് അടി കിട്ടിട്ട് ബോധം കെട്ടിട്ട് കടന്നു കഴിഞ്ഞാലേ ഈ ഗീർവാണ പ്രസംഗം ഒന്നും ഉണ്ടാവില്ല. എന്താ പറ്റിക്കൊക്കെ പറ്റീന്ന്? അതെ, പാല് ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്, ഹോർലിക്സും വാങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒത്തിരി ഇട്ട് കുടിച്ചു. പോയി കുടിക്കാൻ. ആ കുട്ടി വരെ പറഞ്ഞു നീ വന്നാ നമുക്ക് പോയോ? ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. അമ്മാവൻ കെട്ടിട്ട് പറഞ്ഞതാ. അപ്പൊ നീയല്ലേ പറഞ്ഞു ഇവന് അടി കിട്ടാതിരിക്കാനുള്ള എന്തോ സൂത്രം അറിയാന്ന്? എല്ലാത്തിനും കാരണം ഈ ദ്രോഹിയാണ്. ഞാനാ? ഞാൻ എന്ത് ചെയ്തു നീ പറയണേ? അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്കല്ലൊന്നും ഇരുന്നേ. നീ കൊല്ലണ. എടാ എന്താ സംഭവിച്ചേ? അമ്മാവാ, ഞങ്ങൾ സമരമായിട്ട് സെക്രട്ടറിയുടെ പടിക്കൽ ഇങ്ങനെ എത്തിയതും പോലീസ് ലാത്തി വീശി. ഇവനെ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഈ തെണ്ടി എന്തിനാണ് അമ്മാവ എന്നെ ഫോൺ വിളിച്ചേ? ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞതും പടവുന്നൊരടി തലയിൽ മൂക്കിടി താഴെ വീണു. പിന്നെ ഒന്നും ഓർമ്മയില്ല. എന്റെ ഫോണ് കണ്ട എടുക്കുക ചെയ്യാത്തവനാണ് ഇവൻ. നീ ആ സമയത്ത് എടുത്ത് എന്തിന്? നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയണേ? നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞല്ലേ വിളിക്കല്ലേ വിളിക്കല്ലേ. നീ പറഞ്ഞ അയ്യോ ഇനി ഒന്നും നോക്കണ്ട, വേഗം കൊണ്ടുപോയി കടത്തവിടെ. നീ പോയി പാല് കുടിച്ചോ? നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി. എന്തൊരു കഷ്ടം. ഒരു കുഴപ്പമില്ല അമ്മാവ. എന്റെ അമ്മാവ ഇവനെ പോലുള്ള നേതാക്കന്മാർക്ക് ഇതേപോലെ ഇടക്കിടക്ക് കിട്ടിയിരുന്നെങ്കിൽ നാട് എന്നേ നന്നായേനെ. Versus Alien.